ഒരു കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള മംഗളങ്ങൾ നേരുന്ന കോളേജ് പ്രിൻസിപ്പൽ. പ്രിയ വിദ്യാർത്ഥികൾ, ഇന്ന് ഇവിടെ ഒരു പുതിയ കലാലയ വർഷം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അധ്യയന വർഷത്തിൽ നേടുവാനും പ്രതീക്ഷിക്കാനും നിരവധി കാര്യങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കലാപരവും കാവ്യപരവും പാഠ്യപരവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സീൻ 2 ക്യാമ്പസിന് മുമ്പിൽ കൂട്ടമായി 5 അംഗ സംഘത്തിന്റെ ഒരു ക്യാമ്പ് നിൽക്കുന്നു. വിദ്യാർത്ഥികളെ കുറിച്ച് പരസ്പരം കമന്റ് അടിച്ചും റാഗിംഗ് ചെയ്യാൻ തയ്യാറായും അവർ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. പാട്ട് പാടിട്ട് പോയാൽ ഇങ്ങോട്ട് നിൽക്കണി പാട്ട് പാടിട്ട് പോയാൽ പാട്ട് പാടേ പാട്ട് പാടാൻ നീ പാട്ട് പാടി ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി 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 എന്റെ ഓളാ പാട്ടൊന്നും എനിക്ക് കേൾക്കണം. ഓടിയാ നീ എങ്ങോട്ടാ? നീ ഇവിടെ നിൽക്ക്. അവളോടാ പോവാൻ പറ്റും. ഓടി ഓടി എടി ആ കൊച്ചു പൊക്കോട്ടെ. ഇപ്പൊ തന്നെ പേടിച്ചിരിക്കുക. നീ ഒന്ന് ചുമ്മാ ഇരിക്കും. ഇപ്പോഴൊരു ചേച്ചി ഉണ്ടല്ലോടാ. ചേച്ചിയും കൊള്ളാം, അനിയത്തിയും കൊള്ളാം. പാട്ട് പാടും, ഡാൻസ് കളിക്കോ? ഒരു കഴിവില്ലല്ലോ. ഇയാളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുക? ഇതിന്റെ കാലിന് ഭയങ്കര വേദന. ഇവന്റെ കാലം ഇത് ഇങ്ങോട്ട് പോയാ ഇവന്റെ കാലം ഈ കാല് തിരുമ്പിട്ട് തോള് ആയിട്ട് പോയച്ചാ തിരുമണി സീൻ 3 ഹോസ്റ്റൽ മുറി. കോളേജിൽ നടന്ന സംഭവ വികാസങ്ങൾ കാരണം മനസ്സുലഞ്ഞ് അവൾ തന്റെ മുറിയുടെ ഒരു മൂലയ്ക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. നടന്ന കാര്യങ്ങൾ അവൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഈ അപമാനഭാരം താങ്ങാനും താല്പര്യമില്ലാതിരുന്നിട്ടും അമ്മയാണ് അവളെ നിർബന്ധിച്ച് ഈ കോഴ്സ് എടുപ്പിച്ചത്. അച്ഛനില്ലാത്ത പെൺകുട്ടികളെ കരപറ്റിക്കാൻ നെട്ടോട്ടം കൊടുന്ന ആ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനാണ് അവൾ ഇവിടേക്ക് വന്നത്. എന്നാൽ കോളേജിലെ ആദ്യ ദിനം തന്നെ അവൾക്ക് സമ്മാനിച്ചത് താങ്ങാനാകാത്ത വേദനകളായിരുന്നു. എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ അത്ര ജീവിതം കുറച്ചൊന്നും
ചെയ്ത് പിന്നെ വിളിക്കാതെ. ഹലോ ഹലോ അമ്മയ്ക്ക് എനിക്ക് സഹിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം എനിക്ക് പറ്റുന്നില്ല. എൻ്റെ അമ്മയെ കാണുന്നു. ഞാൻ പിന്നെ വന്നോളാം. നിങ്ങൾ പോകും. ഞാൻ പിന്നെ വന്നോളാം. നീ പൊക്കോ. എൻ്റെ അമ്മയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഈ ലോകത്ത്? അമ്മയ്ക്ക് പോലും വേണ്ടാത്ത ഈ ലോകത്ത് ഞാനിനിയില്ല. എനിക്ക് വയ്യ. അവരെന്തോരം എന്നെ അപമാനിച്ച് അത് വല്ലാതെ എൻ്റെ ശാള് വരെ പറിച്ചു. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. സീൻ 4. അല്പസമയത്തിന് ഇപ്പുറവും കഴിക്കാൻ വരാത്ത ആകാശയെ വിളിക്കാൻ മുറിയിലേക്ക് കൂട്ടുകാരി കടന്നു വരുന്നു. സീൻ 5. ഹോസ്പിറ്റൽ. ഒരു 5 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവളെ നമുക്ക് രക്ഷിക്കാനായിരുന്നു. ഇതൊരു എക്സ്ട്രീം കേസാണ്. ഞാൻ എന്റെ കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാൻ മാത്രമാണ്. കാര്യങ്ങൾ തങ്ങൾ വിചാരിച്ചെടുത്തുവെന്ന് ഒരുപാട് മുന്നിലേക്ക് പോയി. ഒരുപക്ഷെ ഇപ്പോൾ ആ 5 അംഗ സംഘവും വേദനിക്കുന്നുണ്ടാകും. ബ്രേക്കിംഗ് ന്യൂസ്. ABC കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ റാഗിംഗ് നിരോധന നിയമം പ്രകാരം കേസെടുത്ത് പോലീസ്. കോളേജിൽ നിന്ന് പുറത്താക്കിയ 5 വിദ്യാർത്ഥികളും കേസിൽ പ്രതികളാണ്. ക്രൂരപീഡനത്തിനും അപമാനത്തിനും ഇരയായതിനാലാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് എന്നാണ് പരാതി. കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറി. ഇപ്പോൾ കിട്ടിയ വാർത്ത. ABC കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 1-ാം പ്രതി കിരണിന്റെ അച്ഛൻ കോഴിക്കോട് സ്വഭവനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ വീട്ടിലെ മുറിയിലാണ് അധ്യാപകനായ മോഹന്റെ മൃതദേഹം കണ്ടെത്തിയത്. റാഗിംഗ് നിരോധന നിയമത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാനായി എത്തിയിരിക്കുന്ന സാമൂഹിക പ്രവർത്തക നിതാര പ്രകാശനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാമൂഹിക സാഹചര്യങ്ങളാൽ സംഘർഷഭരിതവും സവിശേഷ പ്രക്രിയകൾ കൊണ്ട് സങ്കീർണവുമായ ഒരു കാലഘട്ടമാണ് കൗമാരം. സ്വാഭാവിക നീതിയുടെ അഴിമതി സംവിധാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിദ്യാർത്ഥികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിലുള്ളതിൽ അതിപ്രധാനമായ ഒന്നാണ് റാഗിംഗ് നിരോധന നിയമമായ ദ പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് 1998. ഇതൊരു ത്രിതല സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളിൽ ഒരു പരാതി ലഭിച്ചാൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ അവർ അത് പോലീസിനെ അറിയിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മാനസികമായോ ശാരീരികമായോ ഉപദ്രവം ഉണ്ടാകുകയോ ആ വിദ്യാർത്ഥി ഭീതി, ജാള്യത തുടങ്ങിയവ ഉണ്ടാകുന്ന രീതിയിൽ
പെരുമാറിയാൽ അയാൾ അത് റാഗ് ചെയ്തതായി കണക്കാക്കപ്പെടും. ഒരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുക, കളിയാക്കുക, പരിഹാസപാത്രങ്ങളാക്കുക, അയാൾ സാധാരണ രീതിയിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുക തുടങ്ങിയവയെല്ലാം റാഗിങ്ങിന്റെ നിർവചനത്തിൽ വരുന്ന പ്രവൃത്തികളാണ്. റാഗിംഗ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ എവിടെയാണെങ്കിലും നിയമവിരുദ്ധ നടപടിയാണ്. റാഗിംഗ് നടത്തുന്ന വ്യക്തിക്ക് 2 കൊല്ലം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ്. കൂടാതെ ആ വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും 3 വർഷത്തേക്ക് മറ്റേത് കോളേജിലും പ്രവേശനം ലഭിക്കാത്തതുമാണ്. ഈ നിയമം കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വജാഗൃതി വേഴ്സസ് സെൻട്രൽ ഗവൺമെന്റ് എന്ന കേസിന്റെ വിധിന്യായത്തിൽ കുറച്ച് ഭേദഗതികളും നടത്തിയിട്ടുണ്ട്. ഒന്നോർക്കുക, പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ നാം എന്ത് കാട്ടിക്കൂട്ടിയാലും അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മളും നമുക്ക് പ്രിയപ്പെട്ടവരും പിന്നെ നിരപരാധികളായ കുറച്ച് മനുഷ്യരുമാണ്. സേ യെസ് ടു റാഗിംഗ് ഫ്രീ ക്യാമ്പസ്. നന്ദി. ഇതോടുകൂടി ഞങ്ങൾ സ്കിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ കൊച്ചു സ്കിറ്റിനെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത നിങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.